ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അബ്ദഉ ബിസ്മിൽ വാഹിദ് അല്ല അല്ലേ, നബ്ദഉ ഹഖ്ഖൻ ബിൽ ബസ്മല എല്ലാം കൊണ്ടാണ് അല്ലേ. ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ബിസ്മില്ലാഹി എന്നേ ബിബർക്ക. ക്വസ്റ്റ്യൻ ആർക്കും മനസ്സിലായില്ലേ? എത്ര അക്ഷരങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതിലുള്ളത്? ബിസ്മില്ലാഹി എന്നേ ബിബർക്കത്തോതുന്നേ. സ്റ്റോപ്പ് റൈറ്റിംഗ്. അത്ര സമയം പോണ്ടേ ഉസ്താദ്? സ്റ്റോപ്പ് ചെയ്തു ചെയ്തു. എത്രയാണ് എത്രയാണ് എഴുതി പറഞ്ഞോളൂ ആരെങ്കിലും. 19 is right answer. 19. Question number 2. As we know, the first Muslims among women, Hazrat Khadija, Sayyidatina Khadija radhiyallahu anha. Among free men, Hazrat Abu Bakr Siddiq radhiyallahu anhu. Among children, Hazrat Ali bin Abi Talib radhiyallahu anhu. Among them, who was the first? ചോദ്യം മനസ്സിലായില്ലേ? മറ്റേ മനസ്സിലായാലും പറയണം. ചോദ്യം മനസ്സിലായിട്ടുണ്ടോ? 3 ആദ്യത്തെ മുസ്ലിങ്ങൾ, പുരുഷന്മാരിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ നിന്ന് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ, കുട്ടികളിൽ നിന്ന് അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു. ഇവരിൽ നിന്ന് ആരാണ് ഫസ്റ്റ്? ഇവരിൽ നിന്ന് ആദ്യമായിട്ട് മുസ്ലിം ആയത് ആരാണ്? സ്റ്റോപ്പ് റൈറ്റ്. ആരാ? ഓഫ് കോഴ്സ് ഖദീജ റളിയല്ലാഹു അൻഹ. Question number 3. Okay. Kullu nafsin dha'iqatul maut. Every soul shall have a taste of death. How many times this ayah are mentioned in our holy Quran? ചോദ്യം മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ 4. മതം വിഭാഗത്തിന് 3-ാമത്തെ നാലാമത്തെ ചോദ്യം. നമ്പർ ഉണ്ട്, ശരി. പിന്നെ 4-ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് ഹാഫിൾ? എഴുതണ്ട. ആദ്യത്തെ ഹാഫിൾ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? യെസ്. ഹു വാസ് ദ ഫസ്റ്റ് ഹാഫിള? ഹു വാസ് ദ ഫസ്റ്റ് ലേഡി ടു മെമ്മറൈസ് ദ ഹോളി ഖുർആൻ? ആരാ? ഹസ്മ ബിബിയ. ഹഫ്സ എന്നാരാ എഴുതിയ? ഹു വാസ്, ചോദിക്കട്ടെ, ഹു വാസ് ആത്തിക റളിയല്ലാഹു അൻഹ? ആത്തിക. ഉളരിയുടെ പാടിയ ഉത്തരം കിട്ടും. ഉളരിടയിളേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവില്ലണയും ഉണ്ട് ദിനം മുന്നേ. അടുത്ത പേര് അതിൻ്റെ ഉത്തരമാണ്. ആത്തിക ബീബി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മാഷാ അല്ലാഹ്. തെളിവർ നബി കമ്മത്തായ ആതിക. തെളിവർ നബി കമ്മത്തായ. Who was the cruel master of Hazrat Bilal റളിയല്ലാഹു അൻഹു? ചോദ്യം എല്ലായിടത്ത് പറഞ്ഞു തരണോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനൻ ആരായിരുന്നു? ക്രൂരനായ യജമാനൻ. എന്താ ഉത്തരം? ഉമ്മയ്യത്ത് യജമാൻ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നാരാ പറഞ്ഞ പാടാൻ? നേരത്തെ പാട്ടറിയില്ല എന്നുള്ളൂ അല്ലേ? 7-ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ റിയൽ നെയിം ഓഫ് ഹസ്രത്ത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു,
who reported the major number of hadith. മലയാളം പറഞ്ഞു തരാം, സോറി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ശരിക്കുള്ള പേര് അബൂ ഹുറൈറ എന്നുള്ളത് എന്താണ്? ഒരു ഓമന പേരെന്ന് പറഞ്ഞൂടാ. ഇറ്റ് ഈസ് എ റിവാർഡഡ് നെയിം. തങ്ങളൊക്കെ വിളിച്ച പേരാണ്, ഓമൻ പേരാണ്. ഓമർ എന്നൊക്കെ പറയും. ശരിക്കുള്ള ഒരു പേരുണ്ട്, എന്താണ്? മാഷാ അല്ലാഹ്, അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ എത്രയാണ്? ശരി, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രം ഇസ്ലാമിക്സ് അല്ലേ? ഇതുവരെ ഇടയ്ക്കിടെ പാടിയിട്ടല്ലേ ഉള്ളൂ. ഇനി മാപ്പിള പാട്ട് തന്നെ ചോദ്യം ചോദിച്ചോട്ടെ? എല്ലാവരും അഗ്രി ആണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാറ്റാം. മാപ്പിള പാട്ട് എന്നാണ് ചോദിക്കുക ചോദ്യം. എല്ലാവരും ഓക്കെ പറഞ്ഞ് ചോദിക്കും. കാരണം എനിക്ക് പാട്ടറിയില്ല. മറ്റൊക്കെ ആണെങ്കിൽ ഇസ്ലാമിക്കാണ് പറഞ്ഞു. ഓക്കെ ആണോ? പഴയ മാപ്പിള പാട്ടാണ്, പുതിയതുമല്ല. അതുകൊണ്ട് പഴയ ആൾക്കൊക്കെ അറിയാം. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. എന്നാൽ ഒട്ടു. സ്വർണപ്പല്ലക്കിൽ സൂലൈമാൻ നബിയെ കണ്ട്, അഴകിൽ ജറാദെന്ന പക്ഷി പറക്കണ കണ്ട്. ഈ പാട്ടിൻ്റെ ആദ്യത്തെ വരി: രാവിൽ ഞാൻ കവം കീനാവ് കണ്ട്, ശജറത്ത് പൂത്ത സുവർഗ. അപ്പോൾ ഇസ്ലാമിക്സ് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും അവസാനം ഏതെങ്കിലും ടീം ഒരുപോലെ വന്നാൽ എന്താണ്? ടൈ ബ്രേക്കർ ഉണ്ടാവും. അത് എവിടുന്നാന്ന് വെച്ചാൽ ചോദിക്കാം കേട്ടോ. അതിന് നിയമം ബാധകമല്ല. ഇനി സംഘടന വേണോ അല്ലെങ്കിൽ ജനറൽ വേണോ? ഫസ്റ്റത്തത് ജനറൽ ആയിക്കോട്ടെ അല്ലേ? പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പാട്ട് പാടി നടന്നാൽ മതിയാ? കാനഡൻ്റെ തലസ്ഥാനമൊക്കെ അറിയണ്ടേ നമുക്ക്? വിച്ച് ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കാനഡ? പെൻ ഡൗൺ. യെസ്, Ottawa. Ottawa is the capital of Canada. ശ്രദ്ധിക്കുക. Friends, romance, countryman, lend me your ears. I came to bury Caesar, not praise him. വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമാണിത്. സാധാരണ പ്രസംഗിക്കുന്ന ആൾക്ക് ഇത് പറയാറുണ്ട്. I came to bury Caesar, not praise him എന്നാണ് പറയാ. സ്റ്റാർട്ടിങ്ങിലാണ്. വലിയ കുറേ പ്രസംഗമുണ്ട്. അത് അതിൻ്റെ തല ഇങ്ങനെയാണ്. കൺട്രി ലെൻ മി യെസ്. അത് മലയാളം ഇല്ല. പ്രസംഗിച്ച ആള് കുറച്ച് ജനറലായിട്ടൊക്കെ ചോദ്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഫ്രണ്ട്സ്, റൊമാൻസ്, കൺട്രി. ഫ്രണ്ട്സ്, റോമൻസ്. മറ്റേ മലയാളം ഇംഗ്ലീഷ് പറയണോ? ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ. ലെൻഡ് മീ. അപ്പോൾ ചന്ദ്രശേഖരൻ്റെ ഇംഗ്ലീഷ് ആവും നാട്ടിലത്തെ. ലെൻഡ് മീ ഇയർ യുവർ. പക്ഷെ അതൊരു സുഖമില്ല. അറബി പോലെ തന്നെ പറയണം. ഇംഗ്ലീഷ്. ഓക്കെ. ഐ കെയിം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. നാടകത്തിന് പേര് ചെയ്താലും ഒക്കെ, അത് ആളെ പേര് ചെയ്താലും പ്രശ്നമില്ല, മാർക്ക് വരും. നിങ്ങൾ ശ്രദ്ധിച്ചതിലുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. ചിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞ് ആരാ പറഞ്ഞെന്നുള്ളത്. അത് ഡ്രാമൻ്റെ പേര് എഴുതിയാലും ഓക്കെ, മാർക്ക് തരാം. പ്രശ്നമില്ല. കുറച്ചൊന്ന് ചിന്തിക്കട്ടെ. 2 മിനിറ്റ്. Drop the pen, please. മാർക്ക് ആൻ്റണി സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയാറുണ്ടല്ലോ. മാർക്ക് ആൻ്റണി. ജൂലിയസ് സീസറിന് ഏതായാലും മാർക്കാണ്. മാക്ബത്ത് അല്ലല്ലോ. മാക്ബത്തിൻ്റെ വേറെ നാട്. നമ്മൾ ഇവിടുത്തെ എയർലൈൻസിൻ്റെ പേരെന്താ? UAE ഇത്തിഹാദ് അല്ലേ? പല ഓരോ നാട്ടിനും നമ്മൾ ഇന്ത്യൻ്റെ എന്താ? ഓക്കെ അല്ല, ചോദിക്കാൻ പോകുന്നുള്ളൂ, തിരക്കൂട്ടല്ല. പിന്നെ നമ്മൾ നാട്ടിലത്തെ ഏതാ? എയർ ഇന്ത്യ അല്ലേ? നോമ്പിനൊക്കെ പൈസ കൂട്ടുന്ന. ശരി. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഒഫീഷ്യൽ നെയിം ഓഫ് ജർമ്മൻ എയർലൈൻസ്? ജർമ്മൻ എയർലൈൻസ് കണ്ടിട്ടുണ്ടാവും. പറക്കുന്ന കണ്ടിട്ടുണ്ടാവും, ബോർഡും കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർക്ക് ഈസിയാണ്. നോക്കുമ്പോൾ എല്ലാം പറക്കുന്ന കാണാമല്ലോ. ഒഫീഷ്യൽ ഉസ്താദിന് മനസ്സിലായില്ലേ? നമ്പർ 10 ജർമ്മൻ എയർലൈൻസിൻ്റെ പേര് കേട്ടോ. ഒഫീഷ്യൽ നെയിം റൈറ്റ്. ലുഫ്താൻസ. യെസ്, റൈറ്റ് ആൻസർ. ലുഫ്താൻസ. നമ്മൾ ഫ്ലാഗെല്ലാം ഓർമ്മ ഉണ്ടല്ലോ, ഓരോ നാട്ടിലത്തെ ഫ്ലാഗ്. ഹൗ മെനി സ്റ്റാർസ്? ചില നാട്ടിലത്തെ ഫ്ലാഗിന് സ്റ്റാർസ് ഉണ്ട്. ഹൗ മെനി സ്റ്റാർസ് ഹാസ് ദ അമേരിക്കൻ
flag got? അമേരിക്കയുടെ കോടിയിൽ എത്ര നക്ഷത്രമാണ്? Okay, drop the pen, please. It is 50. It is 50. 50 is the right answer. Now, question number 13. Fifth from general. Fifth. You know what is the currency of UAE? Dirham. Kaise? Real. What is the currency of India, our home country? It is rupees. Then question, what is the currency of Pakistan? What is the currency of Pakistan? ബാക്കിനാരും വിളിച്ചറിയല്ലേ കുട്ടികളാരും ഉണ്ടെങ്കിൽ? Stop writing. Rupee. Yes, right. Right answer. Rupee. And the last question from general. The last question. Please identify this picture. Please identify the picture. Okay, stop writing. علو المجالس الأعلى وحاكم الشارقة صاحب السمو الشيخ الدكتور سلطان بن محمد القاسمي حفظه الله. His Highness, the member of Supreme Council and the ruler of Sharjah, Dr. Sultan bin Muhammad al-Qasimi. ഇതിൽ എന്തെങ്കിലും ഒന്ന് തട്ടിയാൽ ജനറലും കഴിഞ്ഞു. ഇസ്ലാമിക്സ് 8 ചോദ്യം കഴിഞ്ഞു. ജനറൽ 6 കഴിഞ്ഞു. നെക്സ്റ്റ് ജനറൽ എന്താണ്? സംഘടന. യെസ്. Who was the second president? Who was the second president of Samasta Kerala Jamiyatul Ulama? Stop writing. Pangil Ahmed Uttam Sir. Question number 2 from 16. Yeah, 16. Okay. നിങ്ങളെന്തെങ്കിലുമൊക്കെ എന്തോ വെച്ചിരുന്നത്? സത്യധാര. ഉറപ്പല്ലേ? സത്യധാര ഒരു കാരണവശാലും തുറന്നു നോക്കരുത്. Who is the publisher of Satyadhara? That's the question. Number 16. Who is the publisher of Satyadhara? പറയണ്ട, എഴുതിയാൽ മതി. അതിനകത്തൊന്നും എഴുതായില്ലല്ലോ. ഇവിടെ ഇടക്കിടക്കുണ്ടാന്ന് മനസ്സിലാണ്. പേര് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സ്റ്റോപ്പ് റൈറ്റിംഗ്. ഷിഹാസ് സുൽത്താൻ. ഷിഹാസ് സുൽത്താൻ. യെസ്. What is the name of SKSSF Kerala State Committee Office? What is the name of SKSSF Kerala State Committee Office? Stop writing. Drop the pen, please. Islamic Center. പന്ത്രണ്ടാൾക്കും കിട്ടുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാം. 12 ആൾക്കും കിട്ടുന്നൊരു ചോദ്യം കേട്ടാ. Who is known as Sheikhul Jamia? Who is, പിന്നെ ഷെയ്ഖുൽ ജാമിയ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ക്ലിയർ അല്ലേ ചോദ്യം? എത്ര മതി? അലുട്ടുസാന്ന് അറിയുന്നില്ലെങ്കിൽ പെന്നും വെച്ച് പോയിക്കോളൂ. Now two more questions remaining. The 19th question. You know the founder of Samasta Kerala Jamiyatul Ulama. The founder. Varakal Mulukoyadangal. What was his full name? What was his full name? Okay, stop writing. Abraham idil kodukka. One leader born in
19th of February 1906 and passed away or demise in the year 19th January 1973. സമസ്തൻ്റെയും മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. പിന്നെ സമസ്തൻ്റെയും മുസ്ലിം ലീഗ് നേതാവാണ്. ജനിച്ചത് 19/2/1906, വഫാത്തായത് 19/1/73. സ്റ്റോപ്പ് റൈറ്റിംഗ്. പുണ്യസലാത്തും പുണ്യസലാമും ബാഫഖി തങ്ങളിൽ ചൊരിയുക കോനെ, ആ നേതാവിൻ അഭിലാഷം നിറവേറ്റുക കോനെ. ഞങ്ങളെ തങ്ങളെ ഫളലാൽ ഇരുലോകത്തും കാക്ക് പുരാനേ, കാക്ക് പുരാനേ കേരളം. ആരാ ബാഫഖി എന്നുള്ള പേര് എഴുതിയ? എങ്ങനെ ടൈ ബ്രേക്കർ എന്നറിയോ? ടൈ ബ്രേക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ, മനസ്സിലായില്ലെങ്കിൽ പറയാം, പിന്നെ പെട്ടെന്ന് ഉത്തരം പറയാം. ഇതിൽ മനസ്സിലാക്കാൻ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഹ്മദ് എന്ന് ആരാണ് പേരിട്ടത്? രണ്ടാം സ്ഥാനം ഇന്ത്യയുടെ, രണ്ടാളൊന്നിച്ച് പറയാൻ നോക്കിക്കോളി ഉസ്താദ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ പേര്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. സെക്കൻഡ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് മിലിറ്ററി ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്രായേൽ? യെസ്, തേർഡ് പ്രൈസ്.